ആലപ്പുഴ പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പെരുമ്പളം പാലം അടക്കം നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള പാലമാണ് അരുക്കുറ്റി വടുതലയും പെരുമ്പളത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം. സന്തോഷത്തിലും അഭിമാനത്തിലും പങ്കുചേർന്നുകൊണ്ട് പെരുമ്പളം പാലം നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. മഴവില്ല് പോലെ പെരുമ്പളം പാലം എന്ന വലിയ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. LDF സർക്കാർ വന്നതോടെ ജനങ്ങളുടെ പ്രതീക്ഷ വർദ്ധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഒരു പാലം വേണം എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു പാലം യാഥാർത്ഥ്യമാകുമെന്ന് 2016 മുൻപ് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2016 LDF സർക്കാർ വന്നുകൊണ്ടല്ലേ ഈ തരത്തിലൊരു പാലം യാഥാർത്ഥ്യമാകുന്നത്. കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ പൊതുവെ നല്ല പ്രത്യാശയിലായി. നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ, അതും വൻകിട പദ്ധതികൾ ഓരോന്നോരോന്നായി നടപ്പാകുന്ന നില വന്നു. ഈ 10 വർഷം കൊണ്ട് നാം നേടിയിട്ടുള്ള നേട്ടങ്ങൾ പരിശോധിച്ചാൽ വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാകില്ല. സാധാരണഗതിയിൽ സർക്കാരിൻ്റെ പ്രത്യേകത LDF സർക്കാരല്ലെങ്കിൽ ആര് തിരിഞ്ഞു നോക്കുന്നു? LDF സർക്കാരല്ലെങ്കിൽ പെരുമ്പളത്തുകാരെ ആര് തിരിഞ്ഞു നോക്കുന്നു? ഇങ്ങനൊരു പാലം എവിടെ ഉണ്ടാകാൻ പോകുന്നു? LDF സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ പാലം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പാലം എന്നുള്ളതൊരു സ്വപ്നം മാത്രമാകുകയായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു അസുഖം വന്നാൽ ആശുപത്രിയിലെത്തിക്കാൻ, അതല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ, ഇനി 2021 മെയ് മാസം 20 ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അല്ല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. 12,000-ഓളം ജനസംഖ്യയുള്ള പെരുമ്പളം ദ്വീപിലേക്ക് കിഫ്ബിയുടെ സഹായത്തോടെ 100 കോടി രൂപ ചെലവിലാണ് കായലിന് കുറുകെ പാലം നിർമ്മിച്ചത്. മഴവിൽ നിറങ്ങൾ നൽകിയതിനാൽ മഴവിൽ പാലമെന്നും നാട്ടുകാർ ഇതിനെ വിളിക്കുന്നുണ്ട്. 1157 മീറ്റർ നീളവും ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. ബോസ്റ്റിംഗ് ആർച്ചുകൾ ഉള്ളിടത്ത് 12 മീറ്റർ വീതിയുണ്ട്. പാലത്തിന്റെ ഇരുകരകളിലും 300 മീറ്റർ നീളത്തിലും 9.5 മീറ്റർ വീതിയിലും അപ്രോച്ച് റോഡുകളുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി P. പ്രസാദ്, MLA മാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലത്തിലൂടെ പെരുമ്പളത്തേക്കുള്ള KSRTC സർവീസിനും തുടക്കമായി. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.